ആഴ്ചകൾക്ക് മുൻപ് ടാർ ചെയ്ത കല്ലട ഇറിഗേഷൻ പ്രോജക്ടിന്റെ കനാൽ റോഡുകൾ തകർന്ന നിലയിൽ വെഞ്ചേമ്പ് മുതൽ തലച്ചിറ വരെയുള്ള ഭാഗം ഏതാണ്ട് പൂർണ്ണമായും തകർന്നു. കിഴക്കൻ മേഖലയിൽ കനാൽ റോഡുകളാണ് ഗ്രാമീണ മേഖലയിലെ നാട്ടുകാരുടെ പ്രധാന യാത്രാമാർഗം. സ്കൂൾ കുട്ടികളടക്കം നൂറുകണക്കിന് ആളുകളാണ് ദിനംപ്രതി കനാൽ റോഡ് ഉപയോഗിക്കുന്നത്. നാട്ടുകാരുടെയും യുവജന സംഘടനകളുടെയും നിരന്തര ശ്രമഫലമായാണ് 3 ആഴ്ച മുൻപ് ചക്കുവരക്കൽ വില്ലേജിലെ വെഞ്ചേമ്പ് മുതൽ തലച്ചിറ വരെയുള്ള കനാൽ റോഡ് ടാർ ചെയ്തത്. ടാറിങ്ങിന് മുൻപ് വലിയ മെറ്റിൽ നിരത്തി മണ്ണിടുകയോ ഉറപ്പിക്കുകയോ ചെയ്തിരുന്നില്ലത്രേ. വെറും മണ്ണിന്റെയും ചെളിയുടെയും പുറത്ത് ടാർ ചെയ്യുകയായിരുന്നുവെന്നും ടാറിങ്ങിലെ അഴിമതിയാണ് റോഡ് പെട്ടെന്ന് നശിക്കാൻ കാരണമെന്നും നാട്ടുകാർ പറയുന്നു. വെഞ്ചേമ്പ് മുതൽ തലച്ചിറ വരെയാണ് ഇത് ടാർ ചെയ്യാൻ തീരുമാനമെടുത്തത്. ഈ പ്രദേശങ്ങളിലെ ഓരോ MLA-മാരാണ് ഇന്ന സ്ഥലം ടാർ ചെയ്യണമെന്നും പറഞ്ഞ് ശുപാർശ ചെയ്തത് ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റിന്. അതിൻ്റെ ഫലമായി വെഞ്ചേമ്പ് ഭാഗത്ത് രാജു സാർ ഉൾപ്പെടെയുള്ള അവർ ഇതിൽ ബന്ധപ്പെടുകയും ആ സ്ഥലം ടാർ ചെയ്യണമെന്ന് നിർദ്ദേശിക്കുകയും ഈ ചക്കുവരക്കൽ കോട്ടവട്ടം മേഖലയടക്കം ഗണേഷ് കുമാറിൻ്റെ നിർദ്ദേശം അനുസരിച്ച് ടാർ ചെയ്ത പ്രദേശമാണ്. ആകെ ഇത് 5.5 കിലോമീറ്റർ ദൂരമാണ് 50 ലക്ഷം രൂപ മുടക്കി ഇവിടെ ടാർ ചെയ്തിരിക്കുന്നത്. ഈ ടാറിങ് ചെയ്തിട്ട് ഇപ്പോൾ 1 മാസം പോലും ആയില്ല. അതിനു മുമ്പ് തന്നെ ഇത് തകർന്ന് തരിപ്പണമായിരിക്കുന്നു. ഇതിനകത്ത് ടാർ ചെയ്ത രീതി തികച്ചും അശാസ്ത്രീയവും ഉദ്യോഗസ്ഥന്മാരുടെയും കോൺട്രാക്ടറുടെയും അഴിമതിയായിരുന്നു എന്നുമാണ് ഈ രംഗം നമ്മളെ കാണിക്കുന്നത്. ടാറിങ് കഴിഞ്ഞ ദിവസങ്ങൾ പിന്നീട് മുമ്പ് ടാർ ഇളകി ചെളി പൊന്തി വന്നിട്ടുണ്ട്. കാൽനട പോലും സാധിക്കാത്ത സ്ഥിതിയാണിപ്പോൾ. കാലവർഷം കടുത്തതോടെ റോഡിന്റെ സ്ഥിതി അതീവ ഗുരുതരമായി. ചെളിയിൽ താഴ്ന്ന ഭാഗങ്ങളിൽ വെള്ളക്കെട്ടായിട്ടുണ്ട്. ഈ റോഡിലൂടെ വാഹനങ്ങളിൽ യാത്ര ചെയ്യാൻ പോലും ജനങ്ങൾ മടിക്കുകയാണ്. റോഡിലെ ചെളിയിൽ വാഹനങ്ങൾ താണുപോയേക്കാം എന്ന് ഇവർ പറയുന്നു. റോഡെന്ന പേരിൽ വെറും തറയിൽ ടാർ കൊണ്ട് പെയിന്റ് ചെയ്ത അവസ്ഥയാണ് KIP കനാൽ റോഡിന്. ഇതിനെതിരെ KIP അധികൃതർ കണ്ണു തുറക്കണമെന്നും ഉടൻ റോഡിന്റെ ശോചനീയാവസ്ഥയ്ക്ക് പരിഹാരം കാണണമെന്നും നാട്ടുകാർ ആവശ്യപ്പെട്ടു. ന്യൂസ് ബ്യൂറോ, കൊട്ടാരക്കര.